ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം. അപ്പൊ ഇത് ഇന്നലെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇന്നലെ ഞായറാഴ്ചയായിട്ട് എനിക്ക് ഇതേ നല്ല ഒന്നാം തരം ഒരു പണി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സന്തത സഹചാരിയായ നമ്മുടെ ആക്റ്റീവ കുട്ടന്റെ സ്പീഡോമീറ്റർ വർക്ക് ചെയ്യുന്നില്ല ഗൈസ്, വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും? നമ്മള് വർക്ക്ഷോപ്പിൽ ചോദിച്ചപ്പോ 200 രൂപയാണേ പറഞ്ഞത്. അപ്പൊ ശിവചേട്ടൻ പറഞ്ഞ് ഞാനൊരു സ്പീഡോമീറ്റർ കേബിൾ വാങ്ങിച്ചു തരാം, എങ്ങനെയാണ് ഇത് മാറ്റേണ്ടതെന്ന് പറഞ്ഞും തരാം, പക്ഷെ നീ ചെയ്യുവാണെങ്കിൽ ആ 200 രൂപയിൽ 100 രൂപ നിനക്ക് തരാം. 108 രൂപയാണ് കേട്ടോ ഈ കേബിളിന്റെ വില. അപ്പൊ അതും വാങ്ങിച്ചോണ്ട് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. എന്നിട്ട് അപ്പുറത്ത് ശിവചേട്ടൻ ഇൻസ്ട്രക്ഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, വലുതായിട്ട് ഹെൽപ്പ് ഒന്നും ചെയ്യുന്നില്ല. അയ്യോ, പക്ഷെ കുഴപ്പമില്ല, നമ്മൾ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കൂലല്ലോ, അങ്ങനെ വിട്ടുകൊടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ കച്ചയും കെട്ടി അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ ഇതിന്റെ 2 ഗ്ലാസ്, അത് മിറർ രണ്ടും അങ്ങോട്ട് നമ്മൾ ഊരി മാറ്റിയെടുക്കണം കേട്ടോ. അപ്പൊ ഊരി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇതിന്റെ ഈ 2 സൈഡിലുള്ള സ്ക്രൂ ഊരിയെടുക്കണം. അതേപോലെ തന്നെ നമ്മുടെ ഇതിന്റെ താഴെയുള്ള ആ സ്ക്രൂവും ഊരിയെടുക്കണം. നമ്മൾ ഇത് ഊരിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രണ്ട് ഭാഗമില്ലേ, ആ ഫ്രണ്ട് ഭാഗം ഊരി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഫുള്ളായിട്ട് ഊരി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഊരുന്നത്. അപ്പൊ ഇത് ഊരുമ്പോൾ നമ്മൾ ആ സ്ക്രൂ സൂക്ഷിച്ച് തന്നെ വെക്കണം കേട്ടോ, കാരണം തിരിച്ച് ഫിറ്റ് ചെയ്യണമല്ലോ. അപ്പൊ നമ്മൾ ഈ 4 സ്ക്രൂ ഊരിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അടിയിൽ ഈ ഭാഗത്തില്ലേ, ഞാൻ ഈ കൊണ്ടുപോയ ഭാഗത്ത്, അവിടെ ഒരു സ്ക്രൂ ഉണ്ട് കേട്ടോ. അപ്പൊ അതും നമുക്കൊന്ന് ഊരിയെടുക്കണം. അതെനിക്ക് ഞാൻ എങ്ങനെയൊക്കെ ഫോൺ വെച്ചിട്ടും അത് നിങ്ങൾക്ക് കാണാൻ പറ്റണില്ല. അപ്പൊ ഞാൻ അത് ഊരിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടെ ഊരിയതിന് ശേഷമാണ് നമുക്ക് ഇതുപോലെ ഇതിന്റെ ഈ മുകൾ ഭാഗം അതിൽ നിന്ന് കുറച്ചൊന്ന് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഇത് 4 ഊരി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ കയ്യിൽ ഊരി വരെയൊന്നുമില്ല, അത് നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കുകയല്ലേ കുറെ നാളായിട്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് എടുക്കണം കേട്ടോ. അപ്പൊ ഫുള്ളായിട്ട് ഇങ്ങനെ ഊരി എടുക്കാൻ പറ്റൂല, കാരണം അതിൽ ഇനി 3 വയറുകളുണ്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ അതും കൂടെ ഒന്ന് ലൂസാക്കി ഊരി കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിങ്ങനെ ഫുള്ളായിട്ട് അങ്ങ് ഊരിയെടുക്കാൻ പറ്റുള്ളേ. അപ്പൊ അതാണ് നമ്മളിവിടെ ഊരുന്നത് കേട്ടോ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് താഴോട്ടാക്കി കൊടുത്താൽ അതങ്ങ് ഊരി കിട്ടും. കണ്ടോ, ഇങ്ങനെ ഒന്ന് ഊരിക്കെടുത്താൽ മതി. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. പിന്നെ നടുക്കൊരു, ഇതിലിപ്പോ റെഡ് കളറാണ് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇത് എല്ലാ വണ്ടിയിലും റെഡ് കളർ ആയിരിക്കും എന്നുള്ളത് എനിക്ക് എന്നോട് ഇതുപോലത്തെ ഒരു സംഭവം, അതും ഊരി. അപ്പൊ അത് ഇത്രയും ഊരി കഴിഞ്ഞപ്പോ ആ ഭാഗം മൊത്തത്തിൽ നമുക്ക് ഊരി വെക്കാൻ പറ്റി. അത് മൊത്തത്തിൽ നമ്മൾ ഊരി വെച്ചതിന് ശേഷം ഞാൻ ഒരു പ്ലെയർ വെച്ച് ഇതിന്റെ അകത്തൊരു സംഭവം ഉണ്ടേ, അതൊന്നിങ്ങനെ സ്ക്രൂ ഒന്ന് ലൂസ് ആക്കാനാണ്. കാരണം ടൈറ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ ഇത് വെച്ച് ഒന്ന് 2-3 പ്രാവശ്യം ഇങ്ങനെ ആക്കിയതിനു ശേഷമാണ് അതൊന്ന് ലൂസ് ആയത്. അപ്പൊ അതൊന്ന് ഊരി എടുത്തിട്ടുണ്ട്. പിന്നെ താഴെന്ന് നമ്മൾ നമ്മുടെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ സ്പീഡോമീറ്റർ കേബിൾ ഊരി വരും. അപ്പൊ കണ്ട, ഇതാണ് നമ്മുടെ സ്പീഡോമീറ്റർ കേബിൾ പൊട്ടിപ്പോയത് കണ്ട, അതുകൊണ്ടാണ് അത് വർക്ക് ആവാത്തത്. അപ്പൊ അത് നമ്മൾ നേരത്തെ ഊരി വെച്ചില്ലേ മുകളിൽ നിന്ന്, അത് അങ്ങനെ അങ്ങ് താഴത്തതും കൂടെ ഡിറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ചു വലിച്ചാൽ വരും. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോൾ പെട്ടെന്നൊന്നും വരൂല, ഇച്ചിരി ഒന്ന് പണിപ്പെടണം. അങ്ങനെ പണിപ്പെട്ട് ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന പുതിയ കേബിൾ വെക്കണം. അപ്പൊ പുതിയ കേബിളൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ സംഭവം. ഞാൻ ഒന്ന് ഊരി കാണിച്ചു തരാമേ നിങ്ങക്ക്. ഇങ്ങനെ വലിച്ച്, നേരത്തെ നമുക്ക് ഇത്രയൊന്നും വന്നില്ലല്ലോ, കുറച്ച് വന്നപ്പോ അതങ്ങ് പൊട്ടിയിരുന്നില്ലേ, അത് സംഭവം പൊട്ടിയത് കൊണ്ടാണ് അതില് ഇതാവാത്തത്. അപ്പൊ ഞാൻ ഊരി കാണിച്ചതിന് ശേഷം തിരിച്ച് നേരത്തെ ചെയ്തില്ലേ അതേ പ്രോസസ്സ് തന്നെയാണ് തിരിച്ച് ഇതിൽ വരണത്. അപ്പൊ നമ്മളെ മീനുകുട്ടി അതുവഴി ടാറ്റയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേപോലെ ഇനിയിപ്പോ നേരത്തെ ചെയ്തതെല്ലാം തിരിച്ച് ചെയ്യുന്നു, അത്ര തന്നെ. ആ സ്പീഡോമീറ്റർ ഇതേപോലെ ഒരു കേബിളുകൾ ഇടുന്ന ഒരു സംഭവം ഉണ്ട്, അതിനകത്തൂടെ എടുത്ത് തന്നെ ഇടണം കേട്ടോ. നേരത്തെ നമ്മൾ എടുത്തപ്പോഴും അതുവഴി തന്നെയായിരുന്നു. പിന്നെ ഇത് വെക്കാൻ എളുപ്പമാണ് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് അമക്കി കൊടുത്താൽ മതി, സംഭവം സെറ്റ്, അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അനങ്ങൂല. ഞാൻ കുറെ പ്രാവശ്യം പിടിച്ച് വലിച്ചൊക്കെ നോക്കി, കാരണം നമ്മൾ ആദ്യമായിട്ട് ചെയ്യണയാണല്ലോ. വഴി ചെന്ന് കിടക്കാനൊന്നും വയ്യടേ. നടുവൊടിഞ്ഞ് കിടന്നാലേ നമുക്ക് തന്നെയാണ് പണി. നമ്മൾ നടുവൊടിഞ്ഞ് കിടന്നാലും നമുക്ക് തന്നെയാണ് പണി. അതുകൊണ്ട് പിന്നെ ഞാൻ എല്ലാ കാര്യവും ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എന്റെ ആശാൻ ശിവചേട്ടൻ ബാക്കിൽ കൂടെ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, എന്തെങ്കിലും എവിടെയെങ്കിലും തെറ്റ് പറ്റണുണ്ടാന്ന്. അപ്പൊ പിന്നെ ഗുരു പറയും പോലെയൊക്കെ ചെയ്തു മിടുക്കി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് ശേഷം ആ സ്ക്രൂ നമ്മൾ നേരത്തെ ലൂസ് ആക്കിയില്ലേ, അത് അതേപോലെ തിരിച്ച് കണക്ട് ചെയ്ത് ഇറക്കി. പിന്നെ നമ്മൾ സ്ത്രീകൾ ഇതുപോലെ പണിക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇതാണല്ലോ, നമുക്ക് ഊരിയെടുത്ത സാധനമൊക്കെ തിരിച്ചു വെക്കുമ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനവും കാണൂല. അപ്പൊ ഞാൻ ഊരിയെടുത്ത സംഭവങ്ങളെല്ലാം തുണിയെടുത്ത് വൃത്തിയായി തുടച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനകത്തൊക്കെ നിറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും തുറന്നൊന്നും ആരും ക്ലീൻ ചെയ്യുന്നില്ലല്ലോ. അതിപ്പോ നമ്മൾ സർവീസിന് കൊടുത്താൽ അവർ തുറന്നൊന്നും ക്ലീൻ ചെയ്യില്ല.
അപ്പൊ പിന്നെ തുറന്നു കിട്ടിയ സമയത്ത് ഞാൻ മാക്സിമം ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഊരിയിട്ട കേബിളുകളെല്ലാം മറന്നു പോകാതെ തിരിച്ചു വെക്കണം. അപ്പൊ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് പറയുമ്പോൾ റിവേഴ്സ് അടിച്ചാണ് ചെയ്തത്. അതായത് ആദ്യം എന്ത് ചെയ്തു അതിന്റെ ഓപ്പോസിറ്റ് തിരിച്ചു ചെയ്തത്. ആദ്യം നടുക്കുള്ളത് കണക്ട് ചെയ്തു, അത് കഴിഞ്ഞത് ഈ 2 സൈഡിലുള്ള കേബിളുകൾ കണക്ട് ചെയ്ത് വെച്ചു. ഊരാനായിരുന്നു എനിക്ക് പാട് തോന്നി കേട്ടോ. തിരിച്ച് ഫിറ്റ് ചെയ്യാൻ എല്ലാം ഞാൻ പിടിക്കുമ്പോഴത്തേക്ക്, കാരണം അപ്പോഴത്തേക്ക് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയല്ലോ. അപ്പൊ ദാ അതേപോലെ 2 സൈഡിലെയും കേബിളുകളെല്ലാം കണക്ട് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞതാ നമ്മുടെ ഫ്രണ്ട് ഭാഗം ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇനി ആ ഫ്രണ്ടിൽ ഞാൻ അടിയിൽ ഒരു സ്ക്രൂ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നില്ലേ, ആ സ്ക്രൂ ആദ്യം ഇട്ടു. അതിനുശേഷം ദാ നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് അഴിച്ചെടുത്ത 4 സ്ക്രൂവും തിരിച്ചിടുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഊരി എടുക്കുന്ന സ്ക്രൂ എല്ലാം നമ്മൾ കളഞ്ഞു പോകാതെ വെക്കണം കേട്ടോ, ഇല്ലേ നമുക്ക് എന്നെ പണിയാവും. പിന്നെ ഊരിയിട്ടേന് വീട്ടുകാർ ചീത്ത വിളിച്ചാൽ നിങ്ങൾ എന്നെ ഒന്നും പറയരുത് കേട്ടോ. അപ്പൊ ദാ ഞാൻ എല്ലാ സ്ക്രൂവും ഒന്നുപോലും മറന്നു പോവാതെ ഫിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലെ ഒരുപാട് പേരുണ്ടാവുമല്ലോ ഇതുപോലെ വണ്ടി ഓട്ടിക്കുന്നവരൊക്കെ. അപ്പൊ ഇനിയിപ്പോ സ്പീഡോമീറ്റർ മാറിയാലേ നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വീട്ടിലാരുടെയെങ്കിലും ഒക്കെ ഹെൽപ്പും കൂടെ ഒക്കെ ഒന്ന് ഹസ്ബൻഡിന്റെയോ സഹോദരന്റെയോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടാതിരിക്കില്ല. അപ്പൊ എന്റെ അഭിപ്രായത്തില് നിങ്ങൾക്ക് ഈ സ്ക്രൂ ഡ്രൈവർ ഉണ്ടല്ലോ, അതും അതുപോലെ തന്നെ മറ്റേ സ്പാനറാ, ആ സംഭവം കൂടെ ഉണ്ടെങ്കിൽ അത്, പക്ഷെ നമ്മുടെ ഈ വണ്ടിയിൽ എന്നെ ടൂൾ കിറ്റിന്റെ കൂടെ കിട്ടൂലേ, അതാണ് ഞാൻ ആ മിറർ ഊരാൻ വേണ്ടി ഉപയോഗിച്ച സംഭവം കേട്ടോ. അപ്പൊ അത് മാത്രം മതി നമുക്കിത് ഇത്രയും ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ പിന്നെ 100 രൂപ വെറുതെ നമ്മൾ വല്ല വർക്ക്ഷോപ്പിലും കൊണ്ട് കൊടുക്കണതിനേക്കാളും നമുക്ക് തന്നെ ഇതെല്ലാം അത്യാവശ്യം ചെയ്യാലോ. മാത്രമല്ല ഞാനിതിപ്പോ ഊരി ചെയ്തത് കൊണ്ട് അതിനകത്തുള്ള കുറെ പൊടിയൊക്കെ മാറി കിട്ടുകയും ചെയ്തു. അപ്പൊ ദാ ഞാൻ 4 സ്ക്രൂവും അടിപൊളിയായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് വെറുതെ കൈവച്ച് ഫിറ്റ് ചെയ്തെങ്കിലും പിന്നീട് ഞാനത് സ്ക്രൂ ഡ്രൈവർ വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് മറന്നു പോകരുത്, സ്ക്രൂ ഡ്രൈവർ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് പണി. നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഇത് ഓരോന്നായിട്ട് നമ്മളെ ഫ്രണ്ടിൽ നിന്ന് തന്നെ പടപടപട എന്നും പറഞ്ഞ് തറയി വീഴൂലേ. അപ്പൊ അതുകൊണ്ട് ടൈറ്റ് ചെയ്യാൻ മറക്കണ്ട, ലൂസ് ചെയ്തതെല്ലാം ടൈറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പതാ ഞാൻ തളർന്നു കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ ഇതൊന്നും നമ്മൾ എപ്പോഴും ഊരുകയും ഇടുകയും ചെയ്യുന്ന ഭാഗങ്ങളല്ലല്ലോ. അതുകൊണ്ട് തന്നെ എല്ലായിടവും നല്ല ടൈറ്റ് ആയിട്ടാണ് ഇരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക്കിനെ പോലെയാണ്. മാത്രമല്ല ഞാനിത് ചെയ്യാൻ ഇറങ്ങുമ്പോൾ മൊട്ടൻ വെയിലായിരുന്നു. അങ്ങനെ ഉള്ള ഇടിവെട്ട് വെയിൽ ഫുള്ള് കൊണ്ടിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. പിന്നെ എനിക്കറിയാം കേട്ടോ, നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ഇഷ്ടംപോലെ മടിച്ചിപ്പാറുകളുണ്ട്. ലൈസൻസ് ഉണ്ടെങ്കിലും വണ്ടി എടുക്കാത്തതും അല്ലെങ്കിൽ ലൈസൻസ് പോലും ഇല്ലാതിരിക്കുന്നവരുമായിട്ടുള്ള ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ളവരെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾ കൈയൊക്കെ തെളിഞ്ഞ് വണ്ടിയൊക്കെ എടുക്കണം കേട്ടോ. ഇന്നത്തെ കാലത്ത് വണ്ടി അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ എൻ്റെ അനിയത്തിയുടെ അടുത്ത് കല്യാണത്തിന് മുമ്പ് തൊട്ട് അവളുടെ അടുത്ത് പറയുന്ന ഒരേ ഒരു കാര്യമാണ്, നിനക്ക് ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നീ കല്യാണത്തിന് മുമ്പേ ജോലിക്ക് പോയി തുടങ്ങണം. അതുപോലെ തന്നെ നീ ഒരു വണ്ടി അത്യാവശ്യം ഒരു 2 വീലറെങ്കിലും നീ ഓട്ടിക്കാൻ അറിഞ്ഞിരിക്കണം എന്ന്. പക്ഷെ എൻ്റെ അനിയത്തി അനുസരണ കൂടുതലുള്ള കുട്ടിയായതുകൊണ്ട് ഇപ്പോഴാണ് ആശാത്തി ഒരു ലൈസൻസ് എടുത്തതും ഒരു വണ്ടി വാങ്ങിച്ചതും. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളെന്ന് പറയുന്നത് ഞാനാണ്. കാരണം എന്താന്ന് വെച്ചാൽ എനിക്കറിയാം, എനിക്ക് ഈ 2 വീലർ ഓട്ടിക്കാൻ അറിയാവുന്നത് കൊണ്ടും എനിക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഉള്ളത് കൊണ്ടും ഞാൻ എന്തുമാത്രം കാര്യങ്ങളാണ് ഒറ്റയ്ക്ക് ചെയ്യുന്നതെന്നും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എന്തുമാത്രം ചെയ്യുന്നുണ്ടെന്നും, പിന്നെ എനിക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാനിപ്പം ബസ്സിന്റെ സമയം അറിയേണ്ട കാര്യമില്ല, എൻ്റെ കയ്യിൽ ഓട്ടോയ്ക്ക് കൊടുക്കാൻ പൈസ ഉണ്ടോ എന്ന് അറിയേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തായാലും ഇതിലാണെങ്കിലും പെട്രോൾ അടിക്കേണ്ടതെന്ന്. ഓട്ടോയ്ക്ക് വാങ്ങുന്ന ചാർജും പെട്രോളിന്റെ പൈസയും തമ്മിൽ തട്ടിച്ചു നോക്കി ആ വ്യത്യാസം നിങ്ങൾക്കറിയാം. ഇപ്പതാ സ്പീഡോമീറ്റർ മാറ്റിയ വകയിൽ എനിക്ക് കയ്യിൽ 100 രൂപ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളും എല്ലാവരും തന്നെ സ്വയം പര്യാപ്തരാവുക. എത്രയും വേഗം തന്നെ നിങ്ങൾ ഒരു 2 വീലറോ 4 വീലറോ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്, എന്റെ അഭിപ്രായത്തിൽ 2 വീലർ ആകുമ്പോൾ നമുക്ക് എവിടെ വേണോ പോവാം കേട്ടോ. ഏത് മുക്കിലും മൂലയിലും പോവാൻ സൗകര്യം 2 വീലറാണ്. അപ്പൊ എനിക്ക് 2ന്റെയും ലൈസൻസ് ഉണ്ട്. പക്ഷേ കാറ് ഞാൻ കൈ തെളിഞ്ഞിട്ടില്ല. കൈ തെളിഞ്ഞെടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അതെന്തെങ്കിലും ഒക്കെ നടക്കുമായിരിക്കും. എന്തായാലും 2 വീലറെങ്കിലും ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ പോലെ തന്നെ സ്വയം പര്യാപ്തരാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.